എൻ്റെ അമ്മ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആർദ്രമായ സ്നേഹത്തിൻ്റെ ഒരു ഭാവം തന്നെയാണ് അമ്മ. ഇന്ന് എൻ്റെ അമ്മ എന്ന പ്രോഗ്രാമിലേക്ക് ഇവിടെ എത്തിയിരിക്കുന്നത് പ്രശസ്ത കവയിത്രിയും സാൻസ്ക്രിറ്റ് സ്കോളറും ട്രാൻസ്ലേറ്ററുമായ ശ്രീമതി രതി സക്സേന മാഡമാണ്. മാഡം സ്വാഗതം. മാഡം, നമ്മുടെ അമ്മ എന്നുള്ള ഒരു കോൺസെപ്റ്റ് പലർക്കും പലതാണ്. അമ്മ എന്നുള്ള ഒരു ഭാവത്തെക്കുറിച്ച് മാഡത്തിൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണ്? മാതൃത്വ ഭാവമാണ് സൃഷ്ടിയുടെ ഏറ്റവും ആദ്യത്തെ ഭാവമാണ്. നമ്മൾ സൃഷ്ടിയുടെ ആരംഭമാണ് മാതൃത്വനെയാണ്. നമ്മൾ പഴയ ഏതെങ്കിലും സംസ്കൃതികൾ നമ്മൾ നോക്കുമ്പോൾ ഏതെങ്കിലും കൾച്ചറോ ഇൻഡസ് വാലി സിവിലൈസേഷനോ അല്ലെങ്കിൽ മായ സിവിലൈസേഷൻ എവിടെയെങ്കിലും നോക്കുമ്പോൾ ആദ്യത്തെ മൂർത്തികല നമുക്ക് കിട്ടുന്നതാണെങ്കിൽ മാതൃത്വൻ്റെ മൂർത്തികലാണ്. ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഫസ്റ്റ് നമുക്ക് ഐഡിയൽ കിട്ടിയാണ് ഈ മാതൃത്വം, മാതൃദേവി. നമ്മൾ ഹ്യൂമൻ കൾച്ചറാണ്, സംസ്കൃതിയാണ് ഇത്. ദാറ്റ് ഈസ് സ്റ്റാർട്ടഡ് വിത്ത് motherhood. That is why we all were matrilineal society, whole human being and മനുഷ്യർ. പിന്നെ കുറേ മാറ്റം വന്നു, ഇത് men dominated ആയി. പക്ഷേ this nature itself made mother as a very strong concept of the society. കാരണം nature has given a biggest power to a woman. That was the prajananam, to give birth. And because of that nobody can steal whatever you do for a woman, but you cannot steal the motherhood from her. So motherhood is the biggest power of a woman. Do you understand that? So അങ്ങനെ ആണെങ്കിൽ മാതൃത്വം ആണെങ്കിൽ നമ്മൾ പിന്നെ മാതൃത്വം ഇസ് the thing which is അത് മാതൃത്വം സ്ത്രീകളുടെ വേണ്ടി, മനുഷ്യന് വേണ്ടി മാത്രമല്ല, പശുക്കളുടെ വേണ്ടിയുണ്ട്. There are some animals where she gives only the eggs and then they are hatched by their father. There are things, but മാതൃത്വം, the first concept of the motherhood itself is the this is the motherhood is the resemble of the nature. നമുക്ക് ഈ സൃഷ്ടിൻ്റെ കൽപ്പനയാണ് ഇത് മദർഹുഡാണ്. ഫോർ എക്സാമ്പിൾ വി ക്യാൻ സേ ദാറ്റ് ദ ക്രിയേറ്റർ ഹാസ് ഗിവൻ ദ ബിഗ്ഗസ്റ്റ് പവർ ഓഫ് ഹിസ് ടു വിമൻ. ദാറ്റ് ഈസ് വൈ ദിസ് ഈസ് ദ ബിഗ്ഗസ്റ്റ് പവർ ഓഫ് എ വിമൻ, മദർഹുഡ്. വാട്ട് അബൌട്ട് യുവർ മദർ? Every mother is very important, and my mother was also very important for me. She was a very intelligent woman at those days. എൻ്റെ അമ്മ ഭോപ്പാലിൽ ജനിച്ച ആളാണ്. ഭോപ്പാലിൽ ആ സമയം ഫോർ ഫ്രീഡം ഫൈറ്റ്, ഫ്രീഡം ദർ വാസ് എ ഡിഫറെൻറ്റ് കൾച്ചർ. കുട്ടികൾക്ക് പുറത്ത് പോകാൻ പാടില്ലായിരുന്നു, സ്കൂളിൽ പഠിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ എൻ്റെ അമ്മ ആണെങ്കിൽ വളരെ മോഡേൺ കോൺസെപ്റ്റിലായിരുന്നു. എൻ്റെ അമ്മാവന് അവർക്ക് കുറേ അവർക്ക് സഹായിച്ചിട്ടുണ്ട്. മീൻസ് ഷീ വാസ് ദ പേഴ്സൺ ഹു എഡ്യൂക്കേറ്റഡ് ഹെർസെൽഫ് വിത്ത് ഓൾ ദ ഓഡ്സ്. ആ സമയം നോർത്ത് ഇന്ത്യയാണ്, എസ്പെഷ്യലി ദാറ്റ് ഏരിയ. ദാറ്റ് ടൈം ഇൻ ഭോപ്പാൽ ദ മുസ്ലിം കൾച്ചർ വാസ് വെരി സ്ട്രോങ്. ഈ ഗേൾസ് ആണെങ്കിൽ ഈ 10 years ഓൾഡ് ഗേൾസ് പോലാണെങ്കിൽ പുറത്ത് പോകാൻ പാടില്ലായിരുന്നു, എഡ്യൂക്കേഷൻ പാടില്ലായിരുന്നു, കുട്ടികളുടെ സ്കൂൾസ് ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ അമ്മ ഇത് കാരണം എൻ്റെ അമ്മാവനുണ്ടായിരുന്നു. ബിക്കോസ് എൻ്റെ അമ്മാവന് ഫ്രീഡം ഫൈറ്റർ ഉണ്ടായിരുന്നു, വലിയ സ്ട്രോങ് ഫ്രീഡം ഫൈറ്റർ ഉണ്ട്. അമ്മാവനാണ് നോക്കി അവരുടെ സിസ്റ്റേഴ്സിനെ എല്ലാവരും എഡ്യൂക്കേഷൻ കിട്ടണം. മൈ മദർ വാസ് വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ എഡ്യൂക്കേഷൻ. She studied. She was the woman, even after marriage when she came, there was no scope for study. She didn't have any idea that after studying she will go for job or whatever she do. But she continues to study. I heard that because I am the fourth daughter, so I did not see her in her young age. But I heard that ആ സമയം ഇങ്ങനെ ഈ ലൈറ്റ് ലാമ്പ് ഒന്നും ഇല്ലായിരുന്നു, ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നു.
അപ്പോൾ രാത്രിക്ക് ഈ കുട്ടികൾക്ക് കട്ടിൽ ഉറപ്പിച്ചിട്ട് ഉറങ്ങാൻ സമയം അമ്മ ഒരു വിളക്ക് എടുത്തിട്ട് വച്ചിട്ടാണ് വായിക്കാനുണ്ടായിരുന്നു. സോ ഷീ റിമെമ്പേർഡ് all the and for examination she used to go to Lahore കാരണം ആ സമയം ഹിന്ദിയിലെ ഈ പ്രഭാകർ സാഹിത്യരത്നു ഇതുപോലെ എക്സാമിനേഷന് വേണ്ടി she used to go far away to give the exam. So she was very intellectual person, very intelligent person, and she used to think, she used to explain and the old literature, old culture, and she was very intelligent. അമ്മ എന്നത് സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പര്യായമാണ്. അപ്പോൾ ആ അമ്മയുടെ എന്ത് ത്യാഗമാണ്, സാക്രിഫൈസാണ് മാഡത്തിൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു അമ്മ തന്ന ഏറ്റവും വലിയ സാക്രിഫൈസ്? അത് മാഡത്തിൻ്റെ പേഴ്സണൽ ലൈഫ് ഓർ പ്രൊഫഷണൽ ലൈഫ് എന്താണ്? There are two things which are Amma Tyagana, that is one romanticism also, because she has to do, she is forced to do. Sacrifice is forced on her. Yeah. So that is very romanticism that sometimes she does not want to do, but she has to do. So that, for personal reason, I will say that biggest contribution of my mother was that she was educated. And that is why she made us educated. That was the biggest contribution, because എൻ്റെ ഏജിലെ എൻ്റെ ടൈമിലെ കുട്ടികൾക്ക് വായിക്കാനോ പഠിക്കാനോ ആ സമയം വരെ we could go to schools, but we were not for the books. ആ സമയം കുട്ടികൾ സ്കൂളിൽ പോകണം, especially from Rajasthan where I belong to. So girls used to go to school. After coming back they had to help mother, but my mother never asked us to help her because she wanted us to study. And we were 5 daughters, which was very difficult at that time. കാരണം ഈ 5 കുട്ടികൾ ഒരു വീട്ടിൽ ഉണ്ടാവുമെങ്കിൽ അമ്മ അച്ഛനൊക്കെ വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല, അവരുടെ കല്യാണം ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. പക്ഷേ ഷീ വാസ് മോർ ഇൻട്രസ്റ്റഡ് ഇൻ അവർ എഡ്യൂക്കേഷൻ. അതാണ് സെക്കൻഡ് തിങ്. എന്താണ് എനിക്ക് ലിറ്ററേച്ചറിൽ, ബിക്കോസ് മൈ സബ്ജക്ട് വാസ് ലിറ്ററേച്ചർ, ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അമ്മയുടെ അടുത്ത് പോയപ്പോൾ ഇത് എന്താണ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഷീ എക്സ്പ്ലെയിൻ ഇൻ ഹർ ഓൺ വേ. അതാണ് നമുക്കൊരു ക്രിയേറ്റീവ് ഐഡിയ തരും. ഷീ വാസ് എ വെരി ക്രിയേറ്റീവ് പേഴ്സൺ. So that these two things, the education and the freedom for education, these are the two things. She didn't have time to show us, oh, Ente Amma, she didn't have time to hug us, she didn't have time to show this the love the way we show now. She didn't have time because she was always busy. മാഡം, ഈ അമ്മ എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് പല ഗുണങ്ങളുണ്ട്. അതിൽ ഏത് പോസിറ്റീവ് അപ്രോച്ച് അല്ലെങ്കിൽ ഏത് ഗുണമാണ് മാഡത്തിന് കോപ്പി ചെയ്യാൻ പറ്റിയതൊരു? എഡ്യൂക്കേഷൻ. ഷീ വാസ് എ പെർഫെക്റ്റ് കുക്ക്. ഷീ വാസ്, എൻ്റെ അമ്മ ആണെങ്കിൽ ഒരു പെർഫെക്റ്റ് പാക്കേജ് ഉണ്ടായിരുന്നു. ഷീ വാസ് സോ ബ്യൂട്ടിഫുൾ, വളരെ ബ്യൂട്ടിഫുൾ ഉണ്ടായിരുന്നു. വി ക്യാൻ നോട്ട് കോപ്പി ഹർ. ഇറ്റ് ഈസ് എ ഗോഡ് ഗിഫ്റ്റ്. ഷീ വാസ് വെരി ബ്യൂട്ടിഫുൾ. ഷീ വാസ് വെരി ഇൻ്റലിജൻറ്റ്. ഷീ വാസ് എ വെരി ഹാർഡ് വർക്കിംഗ്. ഷീ വാസ് എ വെരി ഗുഡ് കുക്ക്. ഷീ വാസ് വെരി ഗുഡ് ഹ്യൂമൻ ബീങ്. പക്ഷേ ഞാനാണെങ്കിൽ കോപ്പി ചെയ്താണെങ്കിൽ എനിക്കോ കിട്ടിയാണെങ്കിൽ, കോപ്പി ചെയ്തില്ല, എനിക്കോ കിട്ടിയാണെങ്കിൽ വായിക്കാൻ, റീഡിങ് ഹാബിറ്റ്, ഈഗർനെസ് ടു സ്റ്റഡി, ടു ലേൺ. ഐ തിങ്ക് ദാറ്റ് ഓൺലി ഐ ഗോട്ട് ഫ്രോം മൈ മദർ. എൻ്റെ അമ്മക്ക് വേറെ ഒരു ഇത് ഉണ്ടായിരുന്നു. അമ്മക്ക് ഒരു വിദ്രോഹ ഭാവം ഉണ്ടായിരുന്നു, റിവോൾട്ട്. ഇത് ആ സമയത്ത് തന്നെ ആണെങ്കിൽ അമ്മക്ക്, ബിക്കോസ് ഈ സ്ത്രീകൾക്ക് പുറത്ത് പോകാൻ പാടില്ല. അപ്പോൾ അമ്മ എന്താണ് ഒരു വേറെ വടി നോക്കി. അത് എന്താണ്, എവറി മോർണിംഗ് ഷീ യൂസ് ടു ഗോ ടു ടെമ്പിൾ. ഈ കേരളത്തിൽ ടെമ്പിൾ പോണ ഒരു വലിയ ഒരു പ്രശ്നമില്ലാത്ത കാര്യമുണ്ട്. പക്ഷേ രാജസ്ഥാനിലെ രാവിലെ ഒരു സ്ത്രീ ടെമ്പിൾ പോകുമ്പോൾ ആ സമയം സൊസൈറ്റിയിൽ അക്സെപ്റ്റൻസ് ഇല്ലായിരുന്നു. പക്ഷെ അമ്മ അത് കേട്ടിട്ടില്ല. പക്ഷേ ഇതാണ് ഈ സൊസൈറ്റിയിൽ നമുക്കൊരു ഫീലിംഗ് ഉണ്ട്, നമ്മൾ ഈ ടെമ്പിളിന് വേണ്ടി വേണ്ട പറയുമ്പോഴും അത്. ഒരിക്കലും ഞാൻ അമ്മയോട് ചോദിച്ചു എന്താണ്, കാരണം വീട്ടിൽ ഒരു ചെറിയ വഴക്ക്, അച്ഛനെ കാണാൻ ഇഷ്ടമില്ലാതെ രാവിലെ എണിച്ചിട്ട് ഇങ്ങനെ കോവിലിൽ പോകണം, പിന്നെ വരുമ്പോൾ കുറച്ച് ഞാൻ പറഞ്ഞു, വൈ ഡു യു ഡു ദിസ്, എന്നിങ്ങനെ പോകുമ്പോൾ അച്ഛനക്ക് ഇഷ്ടമില്ലാതാണ്. ഷീ സെഡ് ദാറ്റ് ഐ എം നോട്ട് ഗോയിങ് ഫോർ ടെമ്പിൾ ഓൺലി. This is a freedom for me, because when I go to temple I can walk, I can meet so many people, I can and morning അങ്ങനെ പ്രവചനമൊക്കെ ഉണ്ട്. അപ്പോൾ I can hear some good words, I can
keep myself away from the family business so that she was getting power. അങ്ങനെ ഒരു റിവോൾട്ട് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ റിവോൾട്ട് അവർക്ക് എന്തായിരുന്നു, ഫോർ മാരേജ് ഷീ നെവർ ഫോളോ ദ സോഷ്യൽ സിസ്റ്റം. നമുക്ക് എന്താണ് ഈ കന്യാദാനം ഇപ്പം ഞാൻ കണ്ട കേരള ഫോളോ ചെയ്ത് കന്യാദാനം ആവശ്യകത ഇല്ലല്ലോ. വൈ ഡു ഐ ഡൊണേറ്റ് മൈ ഡോട്ടർ? എൻ്റെ അമ്മ പറഞ്ഞു ഐ വിൽ നോട്ട് ഡൊണേറ്റ് മൈ ഡോട്ടർ, ഞാൻ കന്യാദാനം ചെയ്യില്ല. അമ്മ ഫ്രീ വളരെ സ്ട്രോങ് ആയിട്ട് 5 ഡോട്ടേഴ്സിലെ അമ്മ ചെയ്തില്ല. അപ്പോൾ അതുപോലെ ഞാൻ ഫോളോ ചെയ്തു, ഞാൻ കന്യാദാനം എൻ്റെ മക്കൾക്ക് ചെയ്തില്ല. കാരണം ബിക്കോസ് അത് അമ്മ പറഞ്ഞു എൻ്റെ പശുവാണോ എൻ്റെ മോളെ, എൻ്റെ ഞാൻ പിന്നെ കാണേണ്ട, വൈ ഷുഡ് ഐ ഗീവ് ആസ് എ ഡൊണേഷൻ. അപ്പോൾ അതിങ്ങനെ ഇതുപോലെ ചെറിയ ചെറിയ ഒരുപാട് അമ്മക്ക്. പിന്നെ ഇവർക്ക് വിമൻ ഗോസിപ്പിംഗ് അമ്മ അതിൽ പാർട്ട് എടുത്തിട്ടേ ഇല്ല. കാരണം ഇവർ അമ്മക്ക് എന്താണ് ഡേ ടൈമിൽ സ്ത്രീകൾ വരുമ്പോൾ അവർക്ക് ഭാഗവതോ അല്ലെങ്കിൽ വായിച്ചിട്ടാണ് കേൾപ്പിക്കും. അല്ലെങ്കിൽ സംടൈംസ് ഷീ ബിക്കേം എ പാർട്ട് ഓഫ് എ സോഷ്യൽ സിസ്റ്റം ഓൾസോ, സോഷ്യൽ സർവീസ്. ആ സമയം ഇങ്ങനെ ഏതെങ്കിലും സ്ഥാനത്തിൽ പോയ അൺഎഡ്യൂക്കേറ്റഡ് വുമനെ പഠിപ്പിക്കണോ. പിന്നെ ഏറ്റവും വലിയ ഗുണമുണ്ടെങ്കിൽ വിച്ച് ഐ നെവർ ഫൈൻഡ് എനിവെയർ എൽസ്, ദാറ്റ് ഓൾ ദ സർവൻറ്റ്സ് maids came to my house were educated by my mother. Anyone who come uneducated, my mother's duty was that 1 hour she made them sit and educate them. അക്ഷരം പഠിപ്പിക്കും, അത് വായിക്കാനും പഠിപ്പിക്കും. അങ്ങനെ പഠിപ്പിച്ചിട്ടാണ് 1-2 പേര് ഗവൺമെൻറ് ജോലി കിട്ടി. എങ്ങനെ അവരെ ഹെൽപ്പ് ഗാർഡനിങ് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വരണം പോലെ. പിന്നെ അവർക്ക് ആ സമയം 10th കഴിഞ്ഞിട്ട് നല്ല ഗവൺമെൻറ് ജോബ് കിട്ടും. അപ്പോൾ അവർക്ക് 10th പഠിച്ചു, അമ്മ സഹായിച്ചു, അവർക്ക് ജോബ് കിട്ടി. അപ്പോൾ അങ്ങനെ ആ എഡ്യൂക്കേഷൻ, ഗിവിങ് എഡ്യൂക്കേഷൻ, ഷീ വാസ് എ വെരി റെയർ വുമൻ. ആ സമയം നമുക്ക് ആ സമയമുള്ള അമ്മമാരെ നോക്കുമ്പോൾ, എൻ്റെ അമ്മ നോക്കുമ്പോൾ ഷീ വാസ് എ ഡിഫറെൻറ്റ് പേഴ്സൺ. കവിതകളിൽ ഒത്തിരി അമ്മമാരെ കുറിച്ച് അല്ലെങ്കിൽ സ്ത്രീകളെ കുറിച്ച് എഴുതിയിരിക്കുമല്ലോ, അടുത്തൊരു കവിത ചൊല്ലാമോ? കവിതയുടെ ശീർഷകമാണ് ബച്ചാ ലേത്തി थी माँ, कैसी भी परिस्थिति में, किसी भी दुविधा में खाली नहीं होता था माँ का भंडार. बचा लेती थी थोड़ा बहुत तेल, अनाज, दाल और अचार. भड़िया में नमक के दाने, वर्तमान में गुड़, जी लेते थे सदियों उसकी जादुई कोठरी में. सिम सिम कहे बिना निकाल ले आती थी थोड़ा बहुत ज़रूरत का सामान किसी भी समय. बचा लेती थी माँ किसी भी परिस्थिति में, कैसी भी दुविधा में खाली नहीं होता था उसका भंडार. माँ बचा कर रखती थी थोड़ा बहुत मांस कमर और कूल्हों पर, एक के बाद एक जन्मते 7 बच्चों की भूख के लिए और अगली पीढ़ी के गुदगुदे एहसासों के लिए. बचा कर रखती थी वह किस्से, कहानियाँ, अनजानी धुनें, सपनों की सीढ़ियाँ नाती और पोतों के लिए. ठिठके रहे जो नानी की कहानियों में उसके जाने के बाद भी. आखिरी समय बचा कर रखी थी माँ ने कुछ सांसें, बचा रहे जिससे बेटियों का मायका, और वह खुद घुलती रही पानी में पड़ी शक्कर की पूरी की तरह. അതിൽ അമ്മ ഭാവമുള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ എന്തെങ്കിലും അമ്മ ഭാവമുള്ള ഒരു ലേഡിയോ നമുക്കിഷ്ടമുള്ള നമ്മുടെ അമ്മയുടെ ഒരു ഭാവം എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ? അത് ഒരു സ്ട്രേഞ്ച് തിങ് ആണ്. എനിക്ക് പെർഫെക്റ്റ് അമ്മയുടെ പേരിൽ ഞാൻ നോക്കുമ്പോൾ ബാലാമണി അമ്മയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നൈവേദ്യം തർജ്ജമ ചെയ്ത സമയം നോക്കിയപ്പോൾ കുറേ അവർക്ക് അമ്മുമ്മ പേരുള്ള കവിതകൾ കുട്ടികൾക്ക് വളരെ ഒരു സൈക്കോളജിക്കൽ അവർക്ക് നോക്കാൻ ക്ഷമത ഉണ്ടായിരുന്നു. ഷി കുഡ് സീ ദാറ്റ് ഹൗ എ ചൈൽഡ് ഗ്രോസ്, ഹൗ വാട്ട് ഹി തിങ്സ്. അങ്ങനെ ഞാൻ കവിത ട്രാൻസ്ലേഷൻ ചെയ്യുന്ന സമയം എനിക്ക് തോന്നി. പിന്നെ ഞാൻ
Kamala Daso and Sulochana, her younger daughter. ഞാൻ സുലോചനയുടെ വീട്ടിൽ പോയി താമസിച്ചു. കമലാദാസോട് സംസാരിച്ചപ്പോൾ കമലാദാസൊക്കെ ഒരു ഇതുണ്ടായിരുന്നു, കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ എന്നെ മടിയിൽ ഏൽപ്പിച്ചിട്ട് സ്നേഹിച്ചിട്ടേ ഇല്ല, എൻ്റെ അമ്മ എൻ്റെ മുടി ശരിയാക്കിയില്ല. അപ്പോൾ ഇത് കമലാദാസിൻ്റെ കംപ്ലയിൻറ്റ്. നീർമതൽ പൂത്ത് കാലം ഞാൻ തർജ്ജമ ചെയ്ത പോലെ കമലാദാസ് അവിടെ തന്നെ ഇത് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഞാൻ സുലോചനനെ സംസാരിക്കുന്ന സുലോചന പറയണം, കാരണം എന്താണ്, എൻ്റെ അമ്മ ഇതാണ് വിശ്വ അമ്മായിരുന്നു. എൻ്റെ അമ്മ നമ്മളെ അമ്മ മാത്രമേ. അപ്പോൾ എൻ്റെ അമ്മക്ക് വേണ്ടി ഞാനാണ്, എൻ്റെ ചേച്ചിയാണെങ്കിൽ സർവൻസിലെ കുട്ടികളാണ്, എല്ലാം സെയിം ആണ്. ഷീ വാസ് ദ മദർ. അപ്പോൾ അവർക്ക് വേണ്ടി ബാലാമണി അമ്മയ്ക്ക് വേണ്ടി ഇത് എൻ്റെ മക്കൾ, അത് മക്കളില്ല. സോ ദാറ്റ് ഈസ് ദ തിങ്. സെക്കൻഡ് തിങ് വാസ് ദാറ്റ് ഷീ ഹാസ് ഗിവൻ ഫുൾ ഫ്രീഡം ടു ഹർ ഡോട്ടേഴ്സ്. കാരണം ഇപ്പോൾ അമ്മ എന്നെ മടിയിൽ ഏൽപ്പിച്ചിട്ടില്ല, പക്ഷെ അമ്മ നിർബന്ധിച്ചിട്ടില്ലല്ലോ. അമ്മ ഒന്ന് ഇത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അത് ചെയ്യണം, അങ്ങനെ ഒന്നും നിർബന്ധിച്ചിട്ടില്ല, ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. സോ ഷീ ഗേവ് യു ഫുൾ ഫ്രീഡം ടു ഡെവലപ്പ്. ഇപ്പോഴത്തെ അമ്മമാര് ഇപ്പോൾ ഒരു നമ്മളിപ്പം കാണുമ്പോൾ ഇപ്പോൾ അടുത്ത വീടുകളിലോ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ തന്നെ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് ഒരു വല്ലാത്തൊരു ഇതാണ്. എന്ത് കുട്ടികൾ ചെയ്താലും ഒരു തടസ്സം പറയുന്നുണ്ട് ഇപ്പോഴത്തെ. പക്ഷെ പണ്ട് ആ ഒരു ഫ്രീഡം, പണ്ട് ഇതൊക്കെ പക്ഷെ അമ്മയുടെ ശബ്ദം ഇല്ലായിരുന്നു. ഇത് ദാറ്റ് ഈസ് ഇങ്ങനെ സൊസൈറ്റി ഇതാണ്. അമ്മക്ക് പറയാൻ സമയമില്ല, കാരണം അമ്മ എപ്പോഴും ബിസി ഉണ്ടായിരുന്നു. ആ സമയമാണ് നമുക്ക് ഒരു സൊസൈറ്റിയിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഗെയിൻ ചെയ്യും. മീൻസ് ഈ പുറത്ത് നോക്കണ്ട, ഇവിടെ നോക്കണ്ട, എത്ര മണിക്ക് വീട്ടിൽ വേണം, ഇതൊക്കെ ഭയങ്കര ഇത് ഉണ്ടായിരുന്നു, മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷെ പണ്ട് അമ്മ എൻ്റെ പറയണ സമയമില്ലായിരുന്നു. മിക്കവാറും ജോയിൻറ്റ് ഫാമിലി ആയാലും ചിലപ്പോൾ അമ്മൂമ്മ പറയോ, ചിലപ്പോൾ അപ്പൂപ്പ പറയോ, ചിലപ്പോൾ അച്ഛന് പറയോ, ചിലപ്പോൾ അങ്കിൾ പറയോ. അതിനെക്കുറിച്ച് മാമിൻ്റെ അഭിപ്രായം എന്താണ്? ഇങ്ങനെ ഈ ഒരു കുട്ടികളെ ആ ഒരു രീതിയിൽ വളർത്തണോ അതോ കുറച്ച് ഫ്രീ ആയിട്ട് വളർത്തണോ? രണ്ടും ഉണ്ട്. കാരണം എന്താണ്, ഞാൻ 2 ടൈപ്പ് ഓഫ് മദേഴ്സ് ഞാൻ ഇവിടെ കണ്ട്. 1 ടൈപ്പ് ഓഫ് മദേഴ്സ് ആണെങ്കിൽ വലിയ ആംബിഷ്യസ് ആണ്. അപ്പോൾ വലിയ ആംബിഷ്യസ് ആണെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഈ TV ഷോ 1-2 പ്രാവശ്യം കണ്ടപ്പോൾ കൊച്ചു കുട്ടികൾ വരുമ്പോൾ അവരെ ചോദിക്കുമ്പോൾ വൈ ഡു യു വോണ്ട് ടു ടേക്ക് പാർട്ട് ഇൻ ഇറ്റ്? ഇറ്റ് ഈസ് ഐ വോണ്ട് ടു പ്ലീസ് മൈ മദർ, ഐ വോണ്ട് ടു മേക്ക് മൈ ഹാപ്പി. നോ, ഇഫ് യു ആർ ഡാൻസിങ് ഫോർ യുവർ സെൽഫ്, നോട്ട് ഫോർ യുവർ മദർ. യു ആർ സിംഗിങ്, ദിസ് ഇസ് യു ആർ സിംഗിങ് ഫോർ യുവർ സെൽഫ്, നോട്ട് ഫോർ മദർ. അപ്പോൾ അത് ഒരു കോൺസെപ്റ്റ് കൊടുത്തു. നിങ്ങൾ ഇങ്ങനെ ആവുമ്പോൾ ഇങ്ങനെ ഒരു ബർഡൻ ആണ്. യു ആർ ഗിവിങ് ബർഡൻ, പുട്ടിങ് ബർഡൻ ഓൺ ദ ചൈൽഡ്, യു ആർ നോട്ട് ഗിവിങ് ഫ്രീഡം. അതൊരു വലിയ തെറ്റാണ്. കാരണം ദിസ് ലേറ്റർ ഓൺ ഈ എഫക്റ്റ് ആണ് കുട്ടികൾ. അവരുടെ ഒരു ആഗ്രഹത്തിന് നിൽക്കാതെ നമ്മൾ നമ്മുടെ ആഗ്രഹം ഇത് ഒരുപാട് ഈ അമ്മമാർ ചെയ്യുന്നതാണ്. കാരണം അവർക്ക് കിട്ടിയില്ല, അത് എൻ്റെ മക്കൾക്ക് കിട്ടണം, ശരിയാണ്. ബട്ട് യു ഡോണ്ട് ഫോഴ്സ് ദം. സോ ഇങ്ങനെ നമ്മൾ ഒരു നാച്ചുറൽ ഡെവലപ്മെൻ്റ് ആണ് ഇപ്പോൾ കുറവായി. ഇപ്പോൾ വളരെ ആർട്ടിഫിഷ്യൽ ഡെവലപ്മെൻ്റ് ആണ്. നമ്മൾ കൊച്ചിലെ വീട്ടിൽ നിന്നേ ഇല്ല. കാരണം എത്ര സ്ട്രിക്ട്നെസ് ആയാലും നമുക്ക് ആങ്കണുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് കളിക്കാം. കുറേ സമയം കളിപ്പാട്ടില്ലാതെ നമുക്ക് കല്ലോടോ ചെറിയ സ്മോൾ ബോൾ അല്ലെങ്കിൽ കളിപ്പാട്ടോ കളിക്കാം. അമ്മ ഒരു പ്രാവശ്യം പറയൂല കളിക്കേണ്ട. ഇപ്പോഴത്തെ ടൈം ഫിക്സ് ആക്കി, ടൈം ടേബിളിലാക്കി ഇങ്ങനെ പഠിക്കണേ. കുട്ടികൾ പുറത്ത് പോവില്ല, കളിക്കൂല, ഓടൂല്ല, ചാടൂല്ല, എങ്ങനെ ആയില്ലേ? മാഡത്തിൻ്റെ ഈ പ്രൊഫഷണൽ ലൈഫിൽ അമ്മയുടെ ഇൻഫ്ലുവൻസ് എങ്ങനെയായിരുന്നു? ഈ പോയം റൈറ്റിങ്ങും എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ ഒരു അമ്മയുടെ ഒരു ഇൻഫ്ലുവൻസ് ഇല്ല. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ ആറ് റൈറ്റിംഗിലില്ല, ആർക്ക് താല്പര്യമില്ല. എല്ലാവർക്കും സയൻസ് ആണ് സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ആർട്സ് സബ്ജക്റ്റ് ഉള്ള ആർട്സ് സബ്ജക്ട്സ് ഉള്ള ഇങ്ങനെ ജീവിക്കൂ പോലെ അവർക്ക് ഒരു മനസ്സിലാവില്ലാതാണ്. ഞാൻ പിന്നെ ആ സമയം നമുക്ക് ഒരു ചോയ്സ് പോലെ ഇല്ലായിരുന്നു. നമുക്ക് 8th 9th നമുക്ക് സബ്ജക്ട് സെലക്ട് ചെയ്യണം, 8th സയൻസോ ഓർ ആർട്സ്. ഇപ്പോഴത്തെ പോലെ ഇല്ല. മീൻസ് നൗ യു ക്യാൻ ഗോ അപ് ടു 12th ആൻഡ് ദെൻ യു സെലക്ട്, അങ്ങനെ ഇല്ലായിരുന്നു. അപ്പോൾ 8th സെലക്ട് ചെയ്യണം. 8th നമുക്കൊരു നോളജ് ഇല്ല. അപ്പോൾ നമ്മൾ ബൈ ചാൻസ് ഫാദറിനെ ട്രാൻസ്ഫർ ആയ സ്ഥാനത്തിൽ കുട്ടികളുടെ സ്കൂളിൽ സയൻസ് ഇല്ല, ആർട്സ് ഉണ്ട്. അപ്പോൾ ആർട്സിൽ കയറി. ഇപ്പോൾ അങ്ങനെ ചോയ്സ് ഒന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ ഫോർ മൈസെൽഫ് ഐ ഡിഡ് നോട്ട് മേക്ക് എനി വേ ഫോർ മൈസെൽഫ്. ദ വേ ഐ ഹാവ് എൻറ്റർ ഇൻ ദ വേ വെയർ
which are made for me. I didn't. So എൻ്റെ വീട്ടിൽ അമ്മ പറഞ്ഞു, അമ്മയുടെ യങ് ഏജിൽ 1-2 സ്റ്റോറീസൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷീ നെവർ ഡിസ്കസ് വിത്ത് മീ. ഞാൻ 4th ഡോട്ടറല്ലേ, പിന്നെ അത്ര ഏജ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അത്ര ജനറേഷൻ ഗ്യാപ്പായിപ്പോയി. ഇത് ഓൾമോസ്റ്റ് 2 ജനറേഷൻ ഗ്യാപ്പായിപ്പോയി. പിന്നെ ആ സമയമുള്ള അമ്മമാർ കുട്ടികൾ ഇങ്ങനെ അടുത്തിപ്പിച്ചിട്ട് കുറേ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നേ ഇല്ലായിരുന്നു. അവർക്ക് സമയമില്ല, ഇവിടെ ബിസി ഉണ്ടായിരുന്നു. മാം, നമ്മുടെ ചുറ്റുപാടും കാണുന്ന പലതിലും ഇപ്പോൾ രുചി, ഗന്ധം, സ്മെൽ, അതിൽ പലതിലും നമുക്ക് ചിലപ്പോൾ അമ്മയുടെ ഒരു ഫീൽ അനുഭവപ്പെടാറുണ്ട്. ഇത് വളരെ നാച്ചുറലാണ്. കാരണം ഇപ്പം തന്നെ എൻ്റെ വാലെ കുറച്ച് സ്വീറ്റ്സ്, കുറേ സ്പെഷ്യൽ സ്വീറ്റ്സിൻ്റെ ടേസ്റ്റാണ്. അത് അമ്മ കണ്ടിട്ട് എനിക്ക് ഇതുവരെ കിട്ടിയില്ല. മീൻസ് ഒരു സ്മെൽ ഓഫ് ഇങ്ങനെ നമുക്ക് കടു വറുക്കുന്നതിൻ്റെ സ്മെൽ, ഒരു കറീൻ്റെ സ്മെൽ, ഇതൊക്കെയാണ്. ഇത് അമ്മൻ്റെ ആ സമയം വരെ മാത്രം കിട്ടിയ അത് കണ്ടിട്ട് എനിക്ക് ഇതുവരെ. പക്ഷെ ഉണ്ട്, വാല ഉണ്ട്, എൻ്റെ മെമ്മറിയിലെ ഉണ്ട് സ്മെൽ ഉണ്ടാണ്. ഞാനത് കോപ്പി ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ അക്കോർഡിംഗ് ടു ഈ നോർത്ത് ഇന്ത്യൻ കൾച്ചർ നമ്മൾ വെറ്റിലേരിയൻ സൊസൈറ്റിയിലേ ഇല്ല, പിതൃ പ്രധാന സത്തയിലേ ഇല്ല. അപ്പോൾ നമുക്ക് കുക്കിംഗ് മാറ്റണം. ഈ കുട്ടി കല്യാണം ചെയ്തിട്ട് ഇത് കല്യാണം ചെയ്തിട്ട് പോകുമ്പോൾ ഷീ ഹാസ് ടു കുക്ക് അക്കോർഡിംഗ് ടു ഇൻലോസ് ടേസ്റ്റ്. അപ്പോൾ അങ്ങനെ എൻ്റെ സ്മെൽ, എൻ്റെ അമ്മയുടെ ഗന്ധമൊക്കെ എല്ലാം പോയി. അപ്പോൾ എൻ്റെ കുക്കിങ്ങിൽ ആ ഗന്ധം വരത്തേ ഇല്ല. കാരണം ഞാനത് മാറ്റി, ആ ടേസ്റ്റ് മാറ്റി. എനിക്ക് മാറ്റാൻ ഐ വാസ് ഫോഴ്സ് ടു ചേഞ്ച്. അങ്ങനെയാണ്. പക്ഷേ ഐ സ്റ്റിൽ റിമെമ്പർ, ഐ സ്റ്റിൽ സ്മെൽ, ഐ സ്റ്റിൽ ഹാവ് എ ടേസ്റ്റ് ഇൻ മൈ ഫോർ കുക്കിംഗ് സം ഫ്യൂ ഡിഷസ്, ഫോർ സ്വീറ്റ്നെസ്, ഫോർ വെജിറ്റബിൾ, ഫോർ especially I remember that when she used to take early 4 o'clock she used to take bath and go to temple, and when she used to come from the temple, the smell of the poogal and then prasada she used to bring. So there are so many things we always keep in our mind. അറിയപ്പെടുന്ന ഒരു കവയിത്രിയാണ്. അപ്പോൾ ആ ഒരു ഇതിൽ വെച്ച് അമ്മ എന്നുള്ള ആ ഒരു കടമ, ആ ഒരു റെസ്പോൺസിബിലിറ്റി എത്രത്തോളം മാഡത്തിന് ചെയ്യാൻ പറ്റി? ഞാൻ 100% ചെയ്തു, ഈവൻ 200%. കാരണം എൻ്റെ ഹസ്ബൻഡ് സയൻറ്റിസ്റ്റ് ആയാൽ ഹി ഡിഡ് നോട്ട് ഹാവ് ടൈം. സോ ഞാനാണെങ്കിൽ ഇവന് കല്യാണ പോലെ ഞാൻ മീൻസ് എൻ്റെ അമ്മ ആണെങ്കിൽ കല്യാണൻ്റെ കാര്യം ആ പകുതി കാര്യം മാത്രം നോക്കി, ബാക്കി കാര്യം അച്ഛൻ നോക്കി. പക്ഷേ എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ ഫുൾ കാര്യം നോക്കി. ഇപ്പോൾ ഞാൻ 100% എൻ്റെ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. ബിക്കോസ് വെൻ ഐ എം വിത്ത് മൈ ഡോട്ടേഴ്സ് ഐ എം മദർ. അതുപോലെ എൻ്റെ ഗ്രാൻഡ് ചിൽഡ്രൻ ഉണ്ട്. അപ്പോൾ ഗ്രാൻഡ് ചിൽഡ്രൻ ആണെങ്കിൽ അവർക്ക് ഞാൻ പോയിട്ടാണ് അവർക്ക് ഇപ്പം മനസ്സിലാക്കാൻ തുടങ്ങി. പക്ഷേ ഫോർ ദം ഞാൻ ഗ്രാൻഡ് മദർ മാത്രമേ ഉള്ളൂ. ഫോർ ഡോട്ടേഴ്സ് ഐ എം മദർ ഓൺലി. ദേ ഡോണ്ട് ടേക്ക് മീ ആസ് എ പോയറ്റ്. നമ്മുടെ ഈ ന്യൂ ജനറേഷനിൽ ഒരു മെസ്സേജ്, അപ്പോൾ മാഡം അമ്മയാണ്, പോയറ്റാണ്. അപ്പോൾ ഈ ന്യൂ ജനറേഷനിൽ മാഡത്തിന് ഇപ്പോൾ എന്ത് തോന്നുന്നു, ഇപ്പോഴത്തെ അമ്മമാർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു മെസ്സേജ്? വൺ തിങ് ഐ അപ്രീഷിയേറ്റ് ഈ ന്യൂ ജനറേഷനിലെ അമ്മമാരാണ്, ദേ ആർ വെരി ക്ലോസ് ടു ദിയർ ചിൽഡ്രൻ. അത് ഒരു നല്ല കാര്യമുണ്ട്. ഇപ്പോൾ അമ്മമാരുണ്ടെങ്കിൽ ഇവർ ചിലപ്പോൾ ദേ ആർ മോർ ഫ്രണ്ട്ലി ടു ദിയർ ഡോട്ടേഴ്സ് എസ്പെഷ്യലി. അപ്പോൾ ദാറ്റ് ഈസ് വെരി ഗുഡ്, ദേ ആർ ടേക്കിംഗ് കെയർ. രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇതെന്താണ്, മീൻസ് ദേ ഷുഡ് നോട്ട് ബി വെരി അംബീഷ്യസ്. അപ്പോൾ ഞാനൊരു പോയിട്ടുണ്ട്, എൻ്റെ മോൾ എൻ്റെ പോയിട്ടാവണം അങ്ങനെ എനിക്ക് വിചാരിക്കാൻ പാടില്ല. സോ യു ഷുഡ് ഗിവ് സം ഫ്രീഡം. സോ that is lacking. Means you want, because you have a social pressure. അവരുടെ നെയ്ബറിൻ്റെ മക്കളാണെങ്കിൽ എത്ര അവരെന്ത് ചെയ്തു, അവർക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി, അവർക്ക് സെക്കൻഡ് റാങ്ക് കിട്ടി, അപ്പോൾ എൻ്റെ മക്കൾക്ക് കിട്ടണം. അത് പാടില്ല. ഇത് ചെയ്യണം. ബിക്കോസ് ഞാൻ അങ്ങനെ ചെയ്ത് എൻ്റെ മോള് പഠിക്കുന്ന സമയം ഞാൻ ഇവരുടെ റാങ്ക് ആളുകൾ വന്നിട്ട് എന്ത് റാങ്ക് കിട്ടി കുട്ടിക്ക്, ബട്ട് ഐ ഡോണ്ട് ബോദർ അബൌട്ട് വാട്ട് റാങ്ക്. യു ഷുഡ് നോട്ട് ബോദർ. When I don't bother, then you should not bother. കാരണം നമുക്ക് ഒരു ഫസ്റ്റ് റാങ്ക് മാത്രമേ ഉള്ളൂ, ബാക്കി റാങ്ക് ഇല്ലാതെ അങ്ങനെ വിചാരിക്കാൻ പാടില്ല. സോ യു ഹാവ് ടു ഡെവലപ്പ് ദ ചൈൽഡ് അക്കോർഡിംഗ് ടു ഹർ ടേസ്റ്റ് ഓർ ഹിസ് ടേസ്റ്റ്. ആണുങ്ങൾക്ക് എന്താണ്, കുറച്ച് കണ്ടിട്ട് അവ അമ്മക്ക് വിട്ടു പോകും.
So that is fathers will take care of them, then it's okay. But ചില അമ്മമാർ എന്താണ് ആണുങ്ങളായാൽ they are very possessive ആയാലും ഈ ആണുങ്ങളുടെ ഡെവലപ്മെൻറ്റ് ശരിയാവില്ല. ദീസ് ബോയ്സ് ആർ കാരണം ഇപ്പോഴത്തെ നോക്കുമ്പോൾ സൈക്കോളജിക്കലി നമ്മൾ നോക്കുമ്പോൾ so many divorce are taking place. Other divorce one cause is that the boy is so much mother's boy. അപ്പോൾ അമ്മ പറയുമ്പോൾ അവർ വൈഫോട് പറയോ എക്സ്പെക്ട് ചെയ്യോ. സോ ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം ഇൻ ദ ലൈഫ് ഓഫ് എ ബോയ്. യു ഗിവ് ദം ഫ്രീഡം. ഇപ്പോൾ ഇങ്ങനെ പെണ്ണായാൽ ഇഫ് യു ഓൾവേസ് സേ ദാറ്റ് യു ഡു ദിസ് യു എങ്ങനെ ചെയ്യാൻ പാടില്ല. സോ ദിസ് ഈസ് ദ പ്രോബ്ലം വിച്ച് മദേഴ്സ് ആർ taking, they are becoming, the mother's size is becoming, and they are becoming more ambitious. They want to control everywhere. That is very dangerous for the society. You be mother when they want you be mother. When they don't want, don't be mother. I do like the same thing. I don't go to my daughters unless they need me. But when they need me, I am their mother only. I am not poet there. But I don't want them to call me all the time. ഞാൻ എപ്പോഴും മോളുടെ വീട്ടിൽ പോയി താമസിക്കാൻ എനിക്ക് ഇഷ്ടമേ ഇല്ല. ബിക്കോസ് ദെൻ ഐ വിൽ ലൂസ് മൈ പോയറ്റ്. സോ അതാണ് the space, giving a space in a proper manner, that is very important. ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ഇരുന്ന് നല്ല അനുഭവങ്ങൾ പങ്കുവച്ച് മാതൃത്വത്തെക്കുറിച്ചും മാമിൻ്റെ അമ്മയുടെ അനുഭവങ്ങളെക്കുറിച്ചും ഞങ്ങളോട് പങ്കുവച്ച മാമിന് നന്ദി പറയുകയാണ്.